പരിപ്പുവടക്കും കട്ടൻ ചായക്കും ശേഷം ഭൂമിനെക്കുറിച്ച് ഒരു പുസ്തകം വരാൻ സാധ്യതയുണ്ട്. ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? ഇത് അണ്ഡാകൃതിയിലാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. ഇത് അണ്ഡാകൃതിയിലാണ്. എന്താപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണത് എന്ന് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യണ ആർക്കെങ്കിലും വല്ല വിവരവും കിട്ടിയോ? നമ്മൾ ആഗോളവൽക്കരണത്തിന്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ നിലപാടുകൾ ഓരോന്ന് ശാസ്ത്രം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന് മാറാതിരിക്കാൻ പറ്റില്ല. അതാ സയൻസ്. ലോകത്തിനും നമ്മളെ നിലപാടിനും മാറാതിരിക്കാൻ പറ്റൂല. ആ മാറ്റം കേരളത്തിലെ പാർട്ടിയും അംഗീകരിച്ചു. അതാണ് പുതിയ കേരളം, നവകേരളം. പുതിയ കേരളത്തില് സ്വകാര്യ യൂണിവേഴ്സിറ്റി, കൊക്കക്കോള സമര സമയത്തെ വെള്ള പ്രശ്നം, ഈ നിലപാടുകളൊക്കെ തച്ചുടച്ച് പുതിയ നിലപാടുകൾ പുറത്തിറക്കും. സർവതല സ്പർശിയായ മേഖലയിൽ അതിനെ അഴിച്ചു പണിയുക. ഇപ്പൊ അഴിച്ചു പണിയാണ്. അപ്പോ അന്ന് അടിച്ച് പണിതോരോടൊക്കെ എന്ത് പറയും? ഞങ്ങളതിന് ഒരുപാട് ബ്രോഷറുകളൊക്കെ ഉണ്ടാക്കി പല യൂണിവേഴ്സിറ്റികളെ അയച്ചു. 30 ഫോറിൻ യൂണിവേഴ്സിറ്റിയിലുള്ള കോൺഫറൻസിലുണ്ടായിരുന്നു എന്നെ അവരാക്രമിച്ച സമയത്ത്. അന്ന് തല്ലിയത് തെറ്റായിപ്പോയി. പഠിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. ഒരു മരം വയ്ക്കുമ്പോൾ 20 കൊല്ലം മുമ്പ് വയ്ക്കണം എന്നാണ് ശാസ്ത്രം. അത് നടക്കാത്തത് കൊണ്ട് ഇനി 20 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് നോക്കാം. 20 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് അന്നുണ്ടായ വേദന പാർട്ടി മനസ്സിലാക്കണു. സാരല്ല, കടകംപള്ളി പറഞ്ഞ പോലെ അന്ന് അതിൽ തെറ്റ് പറ്റി അല്ലേ മാഷേ? അത് കടകംപള്ളി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമുക്കെല്ലാം പറ്റിയ അവസാണ്. സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി. അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ. പക്ഷേ പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താനുള്ള അവസരം ജനാധിപത്യത്തിലുണ്ട്. അന്ന് അടി, ഇന്ന് തെറ്റ് തിരുത്തലും. എല്ലാറ്റിനും ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഓരോ കാര്യത്തിന് ഓരോരുത്തരെ ഇങ്ങനെ തല്ലുക. പിന്നെ നമുക്ക് ഭരണം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ തിരുത്തി പറയാം. എന്ത് സുഖം അങ്ങക്ക് ഇതിന്ന് കിട്ടണത്? ഒരു ഹാപ്പിനെസ്. ഒരേ മനുഷ്യന്മാരാണ്, ഒരേ കാര്യത്തിൽ 2 കാര്യം പറയുകയും ചെയ്യൊക്കെ ചെയ്യണേ. ഈ മനുഷ്യന്മാരെ നമ്മൾ എങ്ങനെയൊന്ന് വിലയിരുത്തുക? ഒരു മനുഷ്യൻ തന്നെ രണ്ടാണ്. ഒരേ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ കാണുന്ന മനുഷ്യനുമാണ്. നമ്മൾ കാണാത്ത മനുഷ്യനും ചേർന്നതാണ് ഒരു മനുഷ്യൻ. അത് ശരിയാണ്. പണ്ട് പ്ലാച്ചിമട സമരകാലത്ത് അവിടെ കണ്ട ചില മനുഷ്യന്മാരൊന്നും ഇന്ന് ബ്രൂവറി കാലത്ത് അവിടെ കാണുന്നില്ല. പ്ലാച്ചിമടയിൽ കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തി കൊക്കക്കോള ഫാക്ടറിയെ പൂട്ടിച്ചവരാണ് ഇപ്പോൾ ഇവിടെ ബ്രൂവറിയും ഡിസ്റ്ററിയും തുടങ്ങാനുള്ള നടപടിയുമായി മുന്നോട്ട് വരുന്നത്. പക്ഷെ ശാസ്ത്രം വളർന്നു, ചിന്തകളും മാറി. 5 ഏക്കർ മഴവെള്ള സംഭരണിക്ക് ഉപയോഗിച്ചാൽ ഒരു 10 കോടി ലിറ്റർ മഴവെള്ളം ഓരോ സീസണിലും സംഭരിക്കാം. പുതിയ കണ്ടെത്തലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സൂക്ഷ്മാംശത്തിലുള്ള പുതിയ കണ്ടെത്തലുകളെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോയാൽ. പക്ഷെ ഇതൊക്കെ നമുക്ക് മനസ്സിലാണെങ്കിൽ ഒരു 20 കൊല്ലെങ്കിലും മിനിമം സമയം വേണം. ഒരു 20 കൊല്ലം കൊണ്ട് കേരളം 400 കൊല്ലക്കാലത്തെ വളർച്ച നേടിയ വികസിത സമൂഹത്തിന് 400 കൊല്ലമാണ് പ്രായം. 400 കൊല്ലം കൊണ്ട് അവരൊക്കെ നേടിയ നേട്ടം 20 കൊല്ലം നമ്മൾ തടഞ്ഞാലും അതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന മൂർത്ത സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിന്റെ ഭാഗമായി കൂടിയാണ്. മാറ്റം വേണമെന്ന് അല്ലെങ്കിലും മാർക്സ് പറഞ്ഞേക്കണ്. അതൊക്കെ ടീച്ചർക്ക് അറിയാം. കൈയടിച്ചു കൊടുക്കും, നിങ്ങളോട്ട് പറയുകയും ചെയ്യില്ല, ആളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ല. ഇങ്ങനെയുള്ള നിലപാടിന് കൈയടിക്കുന്നോണ്ടാണ് കേരളവും കേരളത്തെ സംരക്ഷിക്കുന്ന പാർട്ടിയൊക്കെ നിലനിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, കേൾക്കുന്നതിന്റെ അപ്പുറം കേൾക്കാനും വരികൾക്കിടയിൽ വായിക്കാനുമുള്ള മലയാളിയുടെ ശേഷി കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലനിൽക്കുന്നത്. നേതാക്കളുടെ നിലപാടുകൾ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ നാട്ടുകാർ പഠിക്കുന്നത് വരെ ഏതൊക്കെ നിലപാടാണ് മാറുക എന്ന് കാത്തിരുന്ന് കാണാം.